ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സൈറ്റിൽ നിന്ന് വന്നത് എറണാകുളം ഉണ്ട്, ചമ്പക്കരയാണ്. അപ്പോൾ ഈ കാണുന്ന ഏരിയയിൽ നമുക്ക് റൂഫിങ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ വീടിന് ചുറ്റും ആ സൈഡുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മെറ്റീരിയൽസൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. പെയിൻ്റ് അടിക്കണം. അപ്പോൾ പോസ്റ്റൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എടുത്താക്കണ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളോൻ്റെ ട്യൂബ്സാണ് കേട്ടോ ഫുള്ള് എടുത്താക്കണത്. 16 kg 2.5 ട്യൂബാണ് നമ്മൾ പോസ്റ്റായിട്ട് കൊടുക്കുന്നത്. ഡ്രസ്സും എല്ലാം 2.5 തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ തന്നെ ചെയ്തൊരു ഗേറ്റാണ് കേട്ടോ. നമ്മളുടെ പേജിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ തന്നെ ചെയ്ത് കൊടുത്ത ഗേറ്റാണത്. അപ്പോൾ നമ്മൾ നേരെ വീടുമ്പോൾ നിന്നാണ് നമ്മൾ നേരെ ഡ്രസ്സ് ഇറക്കണത്. പോസ്റ്റിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞപ്പോൾ ബായി കോണിയും പിടിച്ചുകൊണ്ടും അഭ്യാസം നടന്നു. അപ്പോൾ പോസ്റ്റ് ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞ് ഡ്രസ്സിനൊക്കെ ഉള്ള ഹോട്ട് പ്ലേറ്റൊക്കെ മാർക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രസ്സൊക്കെ നമ്മൾ പിടിപ്പിച്ച് തുടങ്ങി കേട്ടോ. അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡ്രസ്സൊക്കെ അടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 500 സ്ക്വയർ ഫീറ്റോളം വന്നുണ്ട് കേട്ടോ ഇത് ടോട്ടല്. ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ അടിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇനി പർലിങ് അടിക്കാനുണ്ട്. പർലിങ് അടിക്കണം. അതേപോലെ തന്നെ ഈ സൈഡിലോട്ടും ഡ്രസ്സൊക്കെ അടിക്കണം കേട്ടോ. അപ്പോൾ ഈ സൈഡിലോട്ടുണ്ട്. ഈ സൈഡൊക്കെ കവർ ചെയ്യാനുണ്ട് കേട്ടോ. അവിടെ കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞാൽ മരമൊന്നും വെട്ടണ്ട, മരം വെട്ടാണ്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കണിക്കൊന്നൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്നും വെട്ടണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ മരമൊന്നും വെട്ടണില്ല കേട്ടോ. കുറേ ചെടികളുണ്ട്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഇങ്ങനെയാണ് കൊടുക്കുന്നത്. നമ്മൾ പോസ്റ്റ് മാത്രമായിട്ട് കൊടുക്കാനുള്ള എല്ലാ പോസ്റ്റും ഓരോ ഫില്ലറിൻ്റെ കൊടുത്താണ്. അപ്പോൾ ആ ഫില്ലറിൻ്റെ വീതിക്ക് നമ്മളിങ്ങനെ അരക്കരയുടെ പൈപ്പ് അകത്ത് വെച്ചിട്ട് നമ്മളൊരു ഡിസൈൻ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഓരോരോ പില്ലറിൻ്റെ വീതിക്ക് നമ്മൾ എല്ലായിടത്തും നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട്. അരക്കരയുടെ പൈപ്പ് വെച്ചിട്ട് ഇങ്ങനെ കൊടുത്താണ്. അപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നോർമലായിട്ട് റൂഫിങ് ചെയ്യണേലും എന്തായാലും പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ഇത്തിരി ഭംഗി വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് കംപ്ലീറ്റ് നമ്മൾ ഷീറ്റ് വെച്ച് മറക്കും കേട്ടോ. മതിലിൻ്റെ മേളിൽ ഈ സൈഡ് കംപ്ലീറ്റ് ഷീറ്റ് വെച്ച് മറക്കാനുള്ളതാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെയൊക്കെ വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പാത്തിക്ലാമ്പ് വെക്കണം. അതേപോലെ തന്നെ പെയിൻറ്റ് ടച്ച് ചെയ്യാനേ ഉള്ളൂ. ബാക്കി വർക്കൊക്കെ നമ്മളുടെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ കുറച്ച് വെൽഡിങ് വർക്കൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ വെൽഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു ടീം പാത്തിക്ലാമ്പൊക്കെ വെച്ച് വരികയാണ്. പിന്നെ ഗ്രൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ. ഇങ്ങനത്തെ വർക്ക് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾ കേരള വന്ന് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഈ സൈഡിലും വേണ്ടിയിട്ട് അതേപോലെ തന്നെ മതിൽ ഒന്ന് കവറപ്പ് ചെയ്യാനുണ്ട്. മതിലിൻ്റെ മേളിലോട്ട് കുറച്ച് ഷീറ്റ് അടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഷീറ്റ് അടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സൈഡ് ആദ്യം അടിച്ച് തീർക്കണം. നമുക്ക് പാത്തി പിടിപ്പിച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് അടിക്കാൻ ബുദ്ധിമുട്ടായിക്കൊള്ളല്ലോ. കാരണം നമ്മൾ ഈ സൈഡ് അടിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ JSWൻ്റെ കളർ 1+ എന്ന് പറഞ്ഞാൽ ഷീറ്റാണ് എടുത്താക്കണത്. പാത്തി വന്നത് യൂറോ കാർഡിൻ്റെ പാത്തിയാണ് നമ്മൾ വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ റിബ് ചെറുതായിട്ടുള്ള ഷീറ്റായിട്ട് നമ്മൾ റൂഫിങ് മേളിലും അടിക്കണതും സൈഡും അതിനെ അടിക്കുക. അപ്പോൾ കാണാനേ താഴെ നോക്കുമ്പോൾ കാണാനൊരു ഭംഗിയായിക്കൊള്ളൂ. റിബ് കുറഞ്ഞതാകുമ്പോൾ ഒരു സീലിംഗ് ഒക്കെ ഇട്ട പോലെ തന്നെ ഉള്ളൊരു ഇത് കിട്ടും. അപ്പോൾ നമ്മൾ ഈ സൈഡൊക്കെ ഷീറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ മരമൊന്നും നമ്മൾ മുറിച്ചിട്ടില്ല. മരം എല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഗ്യാപ്പാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മരമൊന്നും വെട്ടണ്ടെന്നാണ് നമ്മുടെ വരെ പറഞ്ഞത്. അപ്പോൾ ഈ സൈഡൊക്കെ നമ്മൾ ഷീറ്റ് അടിച്ച് കഴിഞ്ഞ് പിന്നെ ഈ സൈഡൊക്കെ അറ്റം കട്ട് ചെയ്യാൻ ടേപ്പറായിട്ടാണ് വന്നത് സ്ഥലം കിടക്കണത്. അപ്പോൾ പിന്നെ നമ്മൾ നേരെ ഇട്ടിട്ട് കട്ട് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് എളുപ്പം നമുക്ക്. എന്ന് വെച്ചാൽ വീടിന് ടേപ്പറായിട്ടാണ് ഇരിക്കുന്നത് സ്ഥലം. ഫ്രണ്ടൊക്കെ ഷീറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതെന്ന് വെച്ചാൽ ഒരു 11 അടി ഷീറ്റൊക്കെ ഉണ്ട് ഇവിടെ വന്നത്. 11, 10, 9 അങ്ങനെ 7 അടി വരെ ടേപ്പറായിട്ടാണ് പോണത്. അപ്പോൾ ഷീറ്റ് അടിച്ചൊക്കെ ഏകദേശം കഴിയാറായി. ഇനി കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ ഷീറ്റ് അടിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ. ഇനി കട്ട് ചെയ്യാനുണ്ട്. ഷീറ്റിൻ്റെ എഡ്ജുകളൊക്കെ കട്ട് ചെയ്യാനേ ഉള്ളൂ പുറത്തോട്ട് ചാടിക്കണത്. ബാക്കി വർക്കൊക്കെ കഴിഞ്ഞ് ഈ സൈഡൊക്കെ കംപ്ലീറ്റ് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. കുറച്ചും കൂടി ഉണ്ട്. പിന്നെ അത് പാത്രം കത്തായ കാരണം അങ്ങനെ ഇട്ടിട്ടില്ല. ബാക്കിൽ കമ്പത്തടിക്കാനുണ്ട്. അപ്പോൾ നമ്മളുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക.
അപ്പോൾ നമ്മളുടെ വർക്കിൻ്റെ ഒരു ഫൈനൽ ഇതാണ്ട് വന്നത്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും 7 മണിയായി. അത് കാരണം വീഡിയോ ഇത്തിരി ക്ലാരിറ്റി കുറവുണ്ടാവും, നമ്മൾ രാത്രിയാണ് എടുത്താക്കണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഫോളോ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അത് നമ്മൾ ഓൾ കേരള നമ്മൾ ചെയ്ത് കൊടുക്കണ കേട്ടോ വർക്ക്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.